കൊടും തണുപ്പുണ്ടായതുകൊണ്ട് മാത്രം ഉണ്ടായ ഒരു കളിയാണ് ബാസ്കറ്റ്ബോൾ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പോൾ ഈ വീഡിയോ ഫുള്ള് കണ്ടോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, സ്റ്റോറിയിലേക്ക് കിടക്കാം. ഇതാണ് അമേരിക്കയിലെ സ്പ്രിംഗ് ഫീൽഡിലെ ഇന്റർനാഷണൽ ട്രെയിനിങ് സ്കൂൾ. ഇവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേറ്ററായ ജെയിംസ് നെയ്സ്മിത്തിന് അദ്ദേഹത്തിന്റെ ബോസ് ഒരു ടാസ്ക് കൊടുക്കുകയാണ്. തണുപ്പ് കാലത്ത് ഫുട്ബോൾ പോലുള്ള ഔട്ട്ഡോർ കളികളിൽ ഏർപ്പെടാൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഈ ഒരു വിന്റർ സീസണിലും അവരെ ആക്റ്റീവായി നിർത്താൻ വേണ്ടി ഒരു ഇൻഡോർ ഗെയിം കണ്ടുപിടിക്കണം. ഇതായിരുന്നു ആ ടാസ്ക്. ഫുട്ബോൾ പോലെ റഫ് അല്ലാത്ത സേഫും അക്യുറസിയും ഇൻട്രസ്റ്റിംഗുമായിട്ടുള്ള ഗെയിം കണ്ടുപിടിക്കാൻ ജെയിംസ് തീരുമാനിക്കുകയാണ്. അങ്ങനെ 1891 ഡിസംബർ 21 അദ്ദേഹം ബാസ്കറ്റ്ബോളിന്റെ 13 റൂൾ എഴുതുകയും ബാസ്കറ്റ്ബോൾ എന്ന ഗെയിം ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. അന്നത്തെ ബാസ്കറ്റ്ബോളിൽ ഉപയോഗിച്ചിരുന്ന ബാസ്കറ്റും ബോളും ഇന്ന് കാണുന്ന പോലത്തെ അല്ലായിരുന്നു. തോട്ടങ്ങളിൽ പഴം ശേഖരിക്കാൻ ഉപയോഗിച്ചിരുന്ന പഴക്കുട്ടയായിരുന്നു ഇതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ബോൾ ആകട്ടെ ഫുട്ബോളിന്റെ ബോളും. ഇന്ന് ബാസ്കറ്റ്ബോൾ ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് പെയ്ഡ് സ്പോർട്സുകളിൽ ഒന്നാണ്. $60 മില്യൺ ഇന്ന് പ്രതിവർഷം ഒരു NBA പ്ലെയറുടെ സാലറി. അതായത് നമ്മുടെ ഇന്ത്യൻ രൂപ വെച്ച് നോക്കുകയാണെങ്കിൽ 530 കോടി രൂപയ്ക്ക് മുകളിൽ. ഇതാണ് തണുപ്പ് കാലത്തുണ്ടായ ബാസ്കറ്റ്ബോളിന്റെ ചരിത്രം. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലുള്ള മറ്റ് വീഡിയോസും കാണാൻ ശ്രമിക്കുക. See you tomorrow.